യോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സുബൈർ ഈസ് ബാക്ക്. ചുറ്റും മരുഭൂമി, അതിൻ്റെ ഒത്ത നടുവിൽ രണ്ട് വലിയ ഹൃദയങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു തടാകം. സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവുകൾക്ക് ദുബായ് ഗവൺമെൻറ് ഒരുക്കിയ സ്നേഹ തടാകത്തിലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ലവ് ലേക്ക്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അൽകുബൈബ ബസ് സ്റ്റേഷനിലാണ്. അതായത് ഈ ലവ് ലേക്ക് ഉള്ളത് അൽകുദ്ര ലാസ്റ്റ് എക്സിറ്റിനോട് ചേർന്നിട്ടാണ്. സോ അങ്ങോട്ടേക്ക് മെട്രോ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ബസ്സും ഇല്ല. പക്ഷെ ഞാൻ നെറ്റിൽ തപ്പിയപ്പോൾ എൻജൂറൻസ് സിറ്റിയും ഈ ഒരു ലാസ്റ്റ് എക്സിറ്റും ഏകദേശം തൊട്ടടുത്താണ്. സോ അങ്ങോട്ടേക്ക് ബസ് ഉണ്ട്. 67ാമത്തെ നമ്പർ ബസ്സാണ് അങ്ങോട്ട് പോകുന്നത്. സോ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. സോ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചോളാം. സോ ബസ് നമ്പർ മറക്കണ്ട, 67ാമത്തെ ബസ് നമ്പർ അൽകുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന്. ഈ 67ാമത്തെ ബസ് നമ്പർ പോകുന്നത് എൻജൂറൻസ് സിറ്റിയിലോട്ടാണ്. അതായത് ഈ മെയ്താനില്ലേ, നമ്മുടെ ഹോഴ്സ് റേസ് ഒക്കെ നടക്കുന്ന സ്ഥലം, അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ ബസ്സിലിരുന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് ലവ് ലേക്കിലോട്ട് ഒരുപാട് ദൂരമുണ്ട്, 10-20 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ ഈ ബസ് പോകുന്നത് ഈ അൽകുദ്ര ലാസ്റ്റ് എക്സിറ്റിൽ D63 ലാസ്റ്റ് എക്സിറ്റിനോട് ആ റൗണ്ട് ബോട്ടൊക്കെ കറങ്ങിയിട്ടാണ്. സോ ഞാൻ അവിടെ ആ റൗണ്ട് ബോട്ടിൽ ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരം കാണിക്കുന്നുള്ളൂ, 5 കിലോമീറ്റർ 6 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇറങ്ങി നോക്കി ടാക്സി ഉണ്ടോ നോക്കി, ഇവിടെ ടാക്സി ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് D63 ലാസ്റ്റ് എക്സിറ്റ്. അതായത് ലാസ്റ്റ് എക്സിറ്റ് 4 ഉണ്ട്. ഒരു D18 83 എങ്ങാണ്ടുണ്ട്, ഒരു മാഡ് മാക്സ് എക്സിറ്റ്, മാഡ് മാക്സ് മൂവിൻ്റെ തീമിലൊക്കെ ഉള്ളത്. അതൊരു കിഡിലൻ എക്സിറ്റാണ്. ഇത് അത്ര പോരാ, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു ഹാങ് ഔട്ട് സ്ഥലമാണ്. അതായത് ഒരു ചെറിയൊരു കണ്ടെയ്നർ ഷേപ്പിലുള്ള കുറേ കോഫി ഷോപ്പുകളൊക്കെ ആയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ലവ് ലേക്കിൽ എത്തി. അതായത് അൽകുദ്ര ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അതായത് ഈ അൽകുദ്ര ലേക്സ് ഒരുപാട് ചെറിയ ലേക്കുകളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരുപാട് വട്ടം കറങ്ങി വേണം ഇങ്ങോട്ട് വരാൻ. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. കാർ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരൽ നടക്കുള്ളൂ, ബസ്സിൽ മെട്രോയിലൊന്നും വരൽ നടക്കില്ല. ഞാൻ അൽകുദ്ര ലാസ്റ്റ് എക്സിറ്റിൽ വന്നിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് വന്നത്. നിർബന്ധിച്ചിട്ടാണ് വന്നതാണ്. പുള്ളിക്കാരൻ നല്ല കമ്പനിയായിരുന്നു. അരയന്നങ്ങൾ നോക്കിക്കാം. ഇവിടെ നിറയെ പക്ഷികളും അരയന്നങ്ങളും അതുപോലെ താറാവുകളും നല്ല ഒരുപാട് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതായത് ഒത്ത മരുഭൂമിക്ക് നടുവിൽ ഇതാണ് ലവ് ലേക്ക്. ആക്ച്വലി ഒരു 2 വലിയ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ലേക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ചുറ്റും ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് മേലെ നിന്ന് നോക്കുമ്പോൾ ലവ് എന്ന് എഴുതിയ പോലെ കാണാൻ പറ്റും. അതിൻ്റെ പുറമെ തന്നെ ഇതിൻ്റെ ചുറ്റും ഒരു 2.5 കിലോമീറ്ററുള്ള ഒരു സിന്തറ്റിക് റണ്ണിങ് ട്രാക്കും ഉണ്ട്. ഈ അൽകുദ്ര ലേക്സിൻ്റെ കംപ്ലീറ്റും ചുറ്റും ഒരു സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലവ് ലേക്കിൻ്റെ ചുറ്റും ഒരു റണ്ണിങ് ട്രാക്കും ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെന്ന് നോക്കണം. ഞാനിതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എനിക്ക് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് ഷോട്ട് ഫ്രം ദ സ്കൈ. ഗൈസ്, ഇത് വലിയൊരു അട്രാക്ഷൻ ആണെന്ന് വെച്ച് പറഞ്ഞാൽ അത്ര ഒരു ഫോട്ടോജീനിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനൊന്നും അല്ല. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ വെച്ച് പിടിപ്പിച്ച മരങ്ങളും എല്ലാം ഒക്കെ വളർന്നു വന്ന് ഒരു പച്ചപ്പൊക്കെ ആയിക്കഴിഞ്ഞ് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മരുഭൂമിയുടെ നടുവിലാണ് ഈ ഒരു ലേക്ക് ഉള്ളത്.
ഇവിടെ മൊത്തം വെള്ളമൊക്കെ പമ്പ് ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇതൊക്കെ ദുബായിൽ തന്നെ നടക്കുകയുള്ളൂ. സോ അതാണ് ഒരു മെയിൻ പ്രത്യേകത, അല്ലാതെ വലിയൊരു ഫോട്ടോജനിക് ലൊക്കേഷനൊന്നും അല്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് മേലെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, വൈകിട്ടൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാരായിട്ട് വന്നിട്ട് നമുക്ക് ബാർബിക്കൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നെപ്പോലെ ഒറ്റയ്ക്കൊന്നും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല. എന്തായാലും ഒരു നൈസ് സ്ഥലമാണ്. ഈ രണ്ട് ഹാർട്ടിന്റെയും ഇടയിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ. അതാ വെള്ളത്തിലൂടെ നടക്കാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. അതായത് ചീത്ത വെള്ളമൊന്നുമല്ല, നല്ല തണുപ്പുള്ള വെള്ളം. നമ്മൾ അക്വേറിയത്തിലൊക്കെ വാങ്ങിയിടുന്ന കളർ മീനുകളില്ലേ, അതിന്റെ വലിയ വലിയ മീനുകൾ നോക്കിക്കാം. കയ്യിൽ കടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ലവ് ലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രധാന പ്രശ്നം എന്താ അറിയോ, എങ്ങനെ റൂം എത്തുന്നുള്ളതാണ്. ഇങ്ങോട്ടൊരു ആവേശത്തിൽ ബസ്സും ടാക്സിയൊക്കെ പിടിച്ച് വന്ന് 60 കിലോമീറ്റർ ഉണ്ട്, തിരിച്ച് നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും വീടെത്തിക്കൊള്ളാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.